ഹായ്. മലയാള സിനിമയുടെ ഹാസ്യലോകത്തെ തൻ്റേതായ ഒരു സ്ഥാനം നേടിയ അതുല്യ കലാകാരൻ സലീം കുമാർ ഇന്നലെ രാത്രി അന്തരിച്ചു. 1969 ഒക്ടോബർ 10 ചിറ്റാറ്റുകരയിൽ ജനിച്ച അദ്ദേഹം മിമിക്രി വേദികളിലൂടെയാണ് കലാരംഗത്തേക്ക് എത്തിയത്. പിന്നീട് മലയാള സിനിമയിൽ ഹാസ്യനടനായും സ്വഭാവ നടനായും വില്ലനായും തിളങ്ങി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ സ്ഥിരമായ ഇടം നേടി. നൂറുകണക്കിന് സിനിമകളിലൂടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിക്കുകയും ചെയ്ത അപൂർവ പ്രതിഭയായിരുന്നു അദ്ദേഹം. സാധാരണ മനുഷ്യരുടെ ജീവിതവും വിഷമങ്ങളും സ്വാഭാവികമായി അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് മലയാള സിനിമയ്ക്ക് ലഭിച്ച വലിയ അനുഗ്രഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് മലയാള സിനിമയ്ക്കും കലാകാരന്മാർക്കും തീരെ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും സംഭാവനകളും എന്നും മലയാളികളുടെ മനസ്സിൽ ജീവിക്കും. ഞാൻ എറണാകുളം സിറ്റിയിൽ നിന്ന് പകുതി ചിറ്റാറ്റുകര നീണ്ടൂർ താമസിക്കാൻ വന്നപ്പം മുതൽ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുകയും വഴി വെച്ച് കാണുമ്പോൾ സംസാരിക്കുകയും ചെയ്യുന്ന അപൂർവ ദിവസങ്ങളുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് പുള്ളിയുടെ വീട്ടിൽ പോയി ആ ശരീരം ആ മുഖം ഒന്ന് കാണാൻ എനിക്ക് പറ്റാൻ സാധ്യതയില്ല. കാരണം ഞാൻ ഷോക്ക് വന്നിരിക്കുന്ന 5 വർഷമായി. അപ്പം ആ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പോയാൽ എനിക്ക് മര്യാദക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ആ മനസ്സ് എന്നും എൻ്റെ മനസ്സിലെന്നും അദ്ദേഹം കുടികൊള്ളും. അങ്ങേരുടെ കഥാപാത്രങ്ങളെന്നും നിലനിൽക്കും. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കൂടാതെ എല്ലാവർക്കും ശേഖർജി ജീവിതം നന്മ നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐ ലവ് യു. I love you. I love you. നാരായണ നാരായണ നാരായണ. ആ മനുഷ്യൻ്റെ ആത്മാവിന് മോക്ഷപ്രാപ്തി കൊടുക്കണേ.